Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എങ്ങനെ കഥ പറയാൻ അറിയുമെന്ന്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ആ സീറ്റിൽ വേറൊരാൾ വന്നിട്ട് ഈ സീറ്റിൽ വീണ വന്നിരുന്ന വീണയും ഇതുപോലെ തന്നെ പറയും. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. അപ്പൊ ഈ തഗ് എന്ന് പറയുന്ന വാക്കിന് സിനിമയുടെ അർത്ഥം എന്താ? ശരിക്കും തഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. തഗ് വീരൻ ഉടനെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് തന്നിട്ട് നമ്മൾ അങ്ങനെ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യും. ബോഡികളെ വിലമതിക്കുന്ന ഒരു കാറിൽ ഒരുപാട് സെക്യൂരിറ്റി ആളുകൾ നോക്കി നിൽക്കുകയും ഒരുപാട് ബോഡി ഗാർഡ്സ് നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കാറ് വന്ന് നിന്നിട്ട് മോഹൻലാൽ അതിൽ നിന്ന് ഇറങ്ങി കുറേ ആളുകൾ പോയി കുട പിടിച്ച്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ മോഹിപ്പിക്കുന്നത് ആ പ്രൊഡക്ഷൻ വണ്ടിയിൽ ഇന്ദ്രൻസ് വന്ന് ഇറങ്ങിയിട്ട് ഒരു കോലാഹലമില്ലാതെ നടന്നു പോകുന്നത് കാണുമ്പോൾ ആ ഇന്ദ്രൻസിനോടാണ് എനിക്ക് ബഹുമാനം തോന്നുന്നത്. ഇക്ക എപ്പോഴെങ്കിലും ഒക്കെ മകനെ സിനിമയിൽ വരാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ? അങ്ങനെ സഹായിച്ചതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ സിനിമയിൽ വരാൻ പറ്റില്ല. ഒരു മരത്തിന്റെ തണലിലും മറ്റൊരു മരം വളർന്നിട്ടില്ല. സിനിമാ താരങ്ങൾ നടിമാരും പറയുന്ന ഒരു ഭയങ്കരമായ ഒരു വേവലാതിയാണ്, വിഷമമാണ്, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. ഒരു പെണ്ണിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്. ഇമ്പോർട്ടൻസ് ഷീലക്കാണ്. അന്ന് ഇവിടുത്തെ പുരുഷന്മാരൊന്നും കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടില്ല. മഞ്ഞുമൽ ഗേൾസ് എന്നുള്ളൊരു സിനിമ അവരുണ്ടാക്കട്ടെ. എന്തോരം തരത്തിലുള്ള കഥാപാത്രങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി അങ്ങനെ ചെയ്യാനായിട്ടൊരു കഥാപാത്രം ബാക്കിയുണ്ടോ? ഇതെനിക്ക് തോന്നുന്നത് 2001-ലോ 2002-ലോ എൻ്റെ അടുത്ത് സുരേഷ് കൃഷ്ണ ചോദിച്ചിട്ടുണ്ട്. നടൻ സുരേഷ് കൃഷ്ണ, ഇനിയിപ്പോൾ ഇനി എന്ത് ക്യാരക്ടറാണ് ഒക്കെ ചെയ്യാൻ? അപ്പം ഞാനല്ല ഇവനെന്ത് ഇങ്ങനെ ചോദിക്കുന്നത്, ഇനി എന്തുമാത്രം ചെയ്യാൻ കിടക്കുന്നു എന്നാണ് നമുക്ക് എപ്പോഴും തോന്നുള്ളൂ. അതായത് ഈ എല്ലാവരും പറയില്ലേ, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു, തിരിഞ്ഞു നോക്കാതിരുന്നാൽ മതി. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തങ്ങ് വിട്ടേക്കുക. അതൊന്നും നമ്മളെ മനസ്സിൽ നിൽക്കണ്ട. നമുക്ക് ഇപ്പോഴും മുന്നിൽ വിശാലമായ വഴി തുറന്നു കിടക്കുന്നു. അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല ഭരണാധികാരികളെ പറ്റി ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലോചിക്കുന്നത്, ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ഇനി എന്ത് ചെയ്യാൻ? അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത്. ഇനിയും ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനിയും കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ ചെയ്യാൻ കിടക്കുന്നു. ഞാൻ ഒരിക്കൽ അന്തരിച്ച ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ സാർ എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. സ്ഥിതിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇക്ക എപ്പോഴെങ്കിലും ഒക്കെ മകനെ സിനിമയിൽ വരാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ അങ്ങനെ ചെയ്യാത്തെ? അങ്ങനെ സഹായിച്ചതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ സിനിമയിൽ വരാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് അതാണ്, ഒരു മരത്തിൻ്റെ തണലിലും മറ്റൊരു മരം വളർന്നിട്ടില്ല. അത് പുറത്തേക്ക് വരണം. അവൻ്റെ ശ്രമങ്ങളുണ്ടാവണം. അവൻ്റെ മുഖവും അവൻ്റെ രൂപവും അവൻ്റെ സംസാര രീതിയും എൻ്റെ ഈ കഥാപാത്രത്തിന് യോജിക്കുന്നു മറ്റൊരു സംവിധായകന് തോന്നിയിട്ട് തന്നെ വേണം അവനൊരു ക്യാരക്ടർ കൊടുക്കാൻ. അല്ലാതെ സിദ്ദീഖ് എപ്പോഴും വിളിച്ച് പറയും എന്തെങ്കിലും ഒരെണ്ണം കൊടുക്ക് എന്ന്, അങ്ങനെ കിട്ടിയാൽ നന്നാവില്ല. അവൻ കാണുന്നല്ലേ, ഇപ്പം എൻ്റെ വീട്ടിൽ എത്രയോ സംവിധായകർ, എത്രയോ തിരക്കഥാകൃത്തുകൾ, നിർമ്മാതാക്കളൊക്കെ വരികയും ഞങ്ങളിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവനെയും കാണാം, അവനെ അറിയുകയും ചെയ്യാം. ആ കോണ്ടാക്റ്റ് ഉപയോഗിച്ച് എനിക്കതില്ല. ഞാൻ കയറി ചെല്ലുമ്പോൾ എല്ലാ സംവിധായകരും എൻ്റെ അടുത്ത് ആരാ, എന്താ പേരെന്താ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷൈൻ ചെല്ലുമ്പോൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പം അത് ഉപയോഗിച്ച് അവൻ വളർന്നു വരാൻ ശ്രമിക്കും. പിന്നെ ഇതൊരു തലയിലെഴുത്താണ് വീണ. എത്രയോ ആളുകൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് പേരല്ലേ ഇതിനകത്ത് വിജയിക്കാറുള്ളൂ. അപ്പോൾ അവനങ്ങനെ പഠിച്ചവൻ അവൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ അതിനുള്ളൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. അതിന് ഞാൻ ശ്രമിക്കണമെന്നില്ല. കാരണം അങ്ങനെ ആരും ശ്രമിച്ചിട്ടല്ല ഞാൻ വന്നത്. അത് ശരിയാ, നമ്മളുടെ ഡിറ്റർമിനേഷൻ കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ് അല്ലേ? എൻ്റെ അത്രയും അഭിനയിക്കാനുള്ള കഴിവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും സിദ്ദീഖയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടോ? മകൻ ഇങ്ങനെ കൃത്യമായി അഭിനയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവനെ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടോ, അല്ലെ ഇതാണ് അവൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ മോനൊരിക്കൽ UK പോയി. +2 കഴിഞ്ഞിട്ട് അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് UK പോയി. അപ്പോൾ കോഴ്സ് അവൻ തിരഞ്ഞെടുത്തു, യൂണിവേഴ്സിറ്റി അവൻ തിരഞ്ഞെടുത്തു. അവനതിന് വേണ്ടി ആപ്ലിക്കേഷൻസൊക്കെ അയച്ചു. ഇവിടുത്തെ ഏതൊരു ഏജൻസിയെ പോയി കണ്ടു, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവനിവിടുന്ന് പോവുകയാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് പോകണം. എത്ര 10-16 വയസ്സൊക്കെ കാണും. അപ്പം എന്നെ വിട്ട് ആദ്യമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ കൊണ്ട് യാത്രയാക്കിയിട്ട് തിരിച്ച് ഞാനൊന്ന് ലൊക്കേഷനിൽ പോയി. അപ്പോൾ ഇവൻ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് എന്നെ വിളിക്കും. ദുബായിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് UK ചെന്ന് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ഗൈഡ് ചെയ്യുന്നുണ്ട്. പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ അവിടെ പോകണം ഇതാണ്. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്താടാ അവൻ അവിടെ എത്തിയോ? ഞാൻ പറഞ്ഞു, UK എത്തിയോ മമ്മൂക്ക? അപ്പോൾ അവൻ UK എത്തി, ഇനി അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്തോളും, നീയായിട്ട് അവനെ വഴി തെറ്റിക്കാതിരുന്നാൽ മതി.
നീ ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണ എല്ലാം തെറ്റായിരിക്കും. കാരണം നിനക്ക് UK എങ്ങനെ കിടക്കണം എന്ന് അറിഞ്ഞൂടാ, നീ UK പോയിട്ടില്ല, അവിടുത്തെ രീതികൾ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഈ പിള്ളേർക്ക് ഇതെല്ലാം അറിയാം, നീ അവനെ വഴി തെറ്റിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ പറയണം, അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ഈ സിനിമ റിവ്യൂസ് കേൾക്കാറുണ്ടോ? ഓ, കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമയെ കുറിച്ച് വളരെ മോശമായ റിവ്യൂ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഇറിറ്റേറ്റഡ് ആകാറുണ്ടോ? ഒന്ന്, എന്നെ പറ്റി അങ്ങനെ ഒരു റിവ്യൂ മോശമായിട്ട് ആരും പക്ഷെ നമ്മൾ അഭിനയിച്ച സിനിമയെ കുറിച്ച് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. സിനിമയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിനയം മോശമായി എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂവർ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. സത്യം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ മോശം പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ അയാൾ വെറുപ്പിച്ചു, ഇയാൾ നന്നായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നേ എനിക്ക് തോന്നാറുള്ളൂ. എല്ലാവർക്കും ഒരേ അഭിപ്രായം വേണം, എന്നെ പറ്റി എല്ലാവരും നല്ലോണം പറഞ്ഞു, അങ്ങനൊരു ചിന്തിക്കാൻ പാടില്ല. ഈ റിവ്യൂ പറയുന്ന ആളുകൾക്കുള്ളൊരു റിവ്യൂ എന്നല്ല, ഈ സിനിമയുടെ റിവ്യൂ അല്ല ഞാൻ പറഞ്ഞ, മറ്റെന്ത് കാര്യത്തിലും, ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമക്കാരാണെങ്കിലും ഈ വിമർശനം കേൾക്കാനുള്ളൊരു സഹിഷ്ണുത ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം. ഇപ്പോൾ വീണ എന്നെ പറ്റി ഒരു കാര്യം വിമർശിക്കുകയാണ്, എന്താണ് ആ പടത്തിൽ അങ്ങനെ അഭിനയിച്ചത്, ആ ഒരു കഥാപാത്രം അങ്ങനെയല്ലല്ലോ, അത് വീണ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത് എന്ന് പറയുന്നതാണ് ഒരു മെച്യൂരിറ്റിയുടെ ലക്ഷണം. അല്ലാതെ നീ ആരാണ് അത് പറയാൻ എന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ കളയേണ്ടത്. ഈ വിമർശിക്കുന്നവർക്കെല്ലാം ഉള്ളൊരു ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വിമർശിക്കുന്നവരെ വിമർശിച്ചാൽ അവർ സഹിക്കില്ല, അവരെ വിമർശിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ റിവ്യൂവേഴ്സിനൊക്കെ ഉണ്ടത്. ഇപ്പൊ 12 ദിവസം അല്ലെങ്കിൽ 14 ദിവസം കൊണ്ട് തീർത്ത സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബഡ്ജറ്റും വളരെ ചെറുതായിരിക്കും അല്ലോ. അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ അഭിനയിക്കാൻ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ബഡ്ജറ്റ് ഒന്നും അല്ലെങ്കിൽ എൻ്റെ റെമ്യൂണറേഷൻ ഒന്നും എൻ്റെ ഒരു വിഷയമേ അല്ല എനിക്ക്. ഞാൻ ഒരിക്കലും അതൊരു മുമ്പൊരിക്കൽ ചോദിച്ചിങ്ങനെ ആക്ടേഴ്സ് റെമ്യൂണറേഷൻ കുറയ്ക്കണം എന്ന് പറയുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ, ഞാനതിന് അഭിപ്രായം പറയാൻ യോഗ്യനല്ല. കാരണം ഞാനിങ്ങനെ എൻ്റെ ഒരു റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ കോടികൾ വിലമതിക്കുന്ന ഒരു കാറിൽ ഒരുപാട് സെക്യൂരിറ്റി ആളുകൾ നോക്കി നിൽക്കുകയും ഒരുപാട് ബോഡി ഗാർഡ്സ് നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കാറ് വന്ന് നിന്നിട്ട് മോഹൻലാൽ അതിൽ നിന്ന് ഇറങ്ങി കുറേ ആളുകൾ പോയി കുട പിടിച്ച് അവരിങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ശരിയാണ്, ഞാനും മോഹൻലാൽ അങ്ങനെ വന്നിറങ്ങുന്ന ഒരു താരത്തെ കാണുന്ന പോലെ നോക്കും. മമ്മൂട്ടി ഇതുപോലെ വലിയൊരു കാറിൽ വന്നിറങ്ങി കുറേ ആളുകൾ ഇവരിങ്ങനെ കൈ കാണിച്ച് കുറേ ആരാധകർ കൂടി നിൽക്കുന്നു, അവരങ്ങനെ പോകുന്ന കാണുമ്പോൾ എനിക്കും അത് വലിയ സന്തോഷമാണ്, അട്രാക്ഷനോട് കൂടി നിൽക്കുക. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്നെ മോഹിപ്പിക്കുന്നത് ആ പ്രൊഡക്ഷൻ വണ്ടിയിൽ ഇന്ദ്രൻസ് വന്ന് ഇറങ്ങിയിട്ട് ഒരു കോലാഹലം ഇല്ലാതെ നടന്നു പോകുന്നത് കാണുമ്പോൾ ആ ഇന്ദ്രൻസിനോടാണ് എനിക്ക് ബഹുമാനം തോന്നുന്നത്. എല്ലാ കാര്യത്തിലും എനിക്ക് അത്ര സിംപ്ലിസിറ്റിയാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നത്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അസിം പ്രേംജി എന്ന് പറഞ്ഞിട്ട് വിപ്രോയുടെ ഓണറാണ് അദ്ദേഹം. താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചാൽ താജിൽ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, രാവിലെ അദ്ദേഹം ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് വിപ്രോയുടെ ഇവിടുത്തെ ഓഫീസിലേക്ക് പോവുക. അപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, അപ്പോൾ അങ്ങെടുത്ത് കമ്പനി വണ്ടി വരാൻ പറഞ്ഞാൽ കമ്പനി വണ്ടി വരും. പക്ഷേ കമ്പനി വണ്ടി വന്ന് ഞാൻ അതിനകത്ത് കയറി അത് ഇതിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഓഫീസിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ഓട്ടോറിക്ഷയിൽ ചെന്ന് അവിടെ അന്നത്തെ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തീർത്തിട്ട് എനിക്ക് തിരിച്ചു വന്നിട്ട് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ എനിക്ക് തിരിച്ചു പോവാം എന്ന് പറയുന്ന അസീം പ്രേംജിയോടാണ് എനിക്കെപ്പോഴും ഭയങ്കര റെസ്പെക്ട് തോന്നുന്നത്. അപ്പോൾ ഈ തഗ് എന്ന് പറയുന്ന വാക്കിന് സിനിമയുടെ അർത്ഥം എന്താ? ശരിക്കും തഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ് എന്താണല്ലേ ഈ എനിക്ക് തോന്നുന്നത് തർക്കുത്തരൊക്കെ പറഞ്ഞുള്ള അതാണ് തഗ് എന്ന് നമ്മൾ പറയാറുള്ളത്. തഗ് വീരൻ ഉടനെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് തന്നിട്ട് നമ്മൾ അങ്ങനെ പ്രൊജക്ട് ചെയ്യുകയും ചെയ്യും. ആ തഗ്ഗാണോ സിനിമയിൽ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പല സിനിമാ താരങ്ങളും നടിമാരും പറയുന്ന ഒരു ഭയങ്കരമായ ഒരു വേവലാതിയാണ്, വിഷമമാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് ഞാനും വായിച്ചു. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഇല്ല, മഞ്ഞുമൽ ഗേൾസ് എന്നുള്ളൊരു സിനിമ അവരുണ്ടാക്കട്ടെ. അവർ പ്രാധാന്യം തരുന്നില്ല, ഞങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള അലമുറ ഇടുന്നതിനേക്കാൾ നല്ലത് അവർ തന്നെ അത്തരം പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടാക്കുകയും അത് കണ്ടെത്തുകയൊക്കെ ചെയ്യണം. ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, ഒരു പെണ്ണിൻ്റെ കഥയാണ്. അതിനകത്ത് സത്യനുണ്ട്, പ്രേംനസീറൊക്കെ ഉണ്ട്. പ്രേംനസീറില്ല എന്ന് പറഞ്ഞാൽ സത്യനാണല്ലോ, സത്യനും ഷീലയും. ഇമ്പോർട്ടൻസ് ഷീലയ്ക്കാണ്. അന്ന് ഇവിടുത്തെ പുരുഷന്മാരൊന്നും കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ പുരുഷന്മാർക്കൊരു പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏത് മേഖല നോക്കിയാലും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും തടഞ്ഞിട്ടാണോ സ്ത്രീകൾ വരാത്തത്? അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയേക്കാൾ ശക്തയായ ഒരു പുരുഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് കഴിവുള്ള ആളുകൾ ആ കഴിവിനനുസരിച്ച് ഉയർന്നു വരും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും കഴിവുകളെ
ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അതിലങ്ങനെ ആരും മാറ്റി നിർത്തപ്പെടുകയൊന്നുമില്ല. പിന്നെ എപ്പോഴും ആളുകൾ പറയും ഇങ്ങനെ ഞങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു വേദന പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം കൊണ്ട് എന്തോ ഒരു കഥകളാണ് സിദ്ദീഖ് പറഞ്ഞേ. ഇതിങ്ങനെ എല്ലാവർക്കും സാധിക്കാറില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എങ്ങനെ കഥ പറയാൻ അറിയുമെന്ന്. എന്തൊക്കെ അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക കഴിവാണ്. അഭിനയിക്കാൻ മാത്രമല്ല, അത് പറഞ്ഞ് ഫലിപ്പിക്കാനും സിദ്ദീഖ് വലിയ കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ആ സീറ്റിൽ വേറൊരാൾ വന്നിട്ട് ഈ സീറ്റിൽ വീണ വന്നിരുന്ന വീണയും ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ ഇരിക്കാത്തതുകൊണ്ടാണത്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതൊക്കെ എന്താ പറയുക, സന്ദർഭങ്ങളാണ് നമ്മൾ അതിനൊക്കെ പ്രാപ്തരാക്കുന്നത്. നമ്മൾ എത്ര നീന്തൽ അറിയാത്ത ആളും വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് രക്ഷപ്പെടണമെന്ന് മോഹം വന്നു കഴിയുമ്പോൾ താനേ നീന്തും. അപ്പോൾ ഏതായാലും തഗ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു അറ്റംപ്റ്റ് നടത്തട്ടെ. സിനിമ കാണാനായിട്ട് പോയി നോക്കാം, സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളൊരു അറ്റംപ്റ്റ് നടത്തട്ടെ. കണ്ടെല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടട്ടെ, സിനിമ വിജയമാകട്ടെ. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. സിദ്ദീഖ്, മറ്റൊരു പുതിയ സിനിമയുമായിട്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വീണ.